ഇന്ന് പായസം വെക്കുന്നത് വേറൊന്നുമല്ല കേട്ടോ, ചെറിയൊരു വിശേഷം ഉണ്ടായിരുന്നു. അതായത് ഒക്ടോബർ 16, അതായത് ഇന്നലെ നമ്മുടെ ശംഖുമോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എന്നാൽ പിന്നെ പായസം വെച്ചേക്കാം എന്ന് എഴുതിയിട്ട് പിന്നെ കേക്ക് വാങ്ങിക്കേണ്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇയർ ഇനി എന്തായാലും കേക്കിന് പൈസ കൊടുക്കത്തില്ല, എന്തായാലും കേക്ക് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് കേക്ക് വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ പായസം വെക്കാം, പിന്നെ ബിരിയാണി വെക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് എനിക്ക് മടിയായി, അപ്പോൾ പിന്നെ ഞാൻ ബിരിയാണി വെച്ചില്ല. പിന്നെ വേറൊരു ദിവസം വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പായസം വെച്ച് വലിയ സെറ്റപ്പാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനല്ല ഉണ്ടാക്കാൻ തുടങ്ങി, അമ്മ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അമ്മ എന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കെന്ന് പറഞ്ഞ് പോയപ്പോൾ ഞാൻ ഇതൊക്കെ പൊട്ടിച്ചിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പഞ്ചസാര കുറവായിരുന്നതുകൊണ്ട് അമ്മയുടെ പഞ്ചസാര ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പഞ്ചസാര ഇത് മതി എന്ന് പറഞ്ഞങ്ങ് പോയതുകൊണ്ട് തീരെ മധുരം ഇല്ലായിരുന്നു കേട്ടോ. പായസത്തിന് മധുരമേ ഇല്ലായിരുന്നു. ഭയങ്കര പൊട്ട പായസമായിരുന്നു എന്ന് വെച്ചാൽ പൊട്ട പായസമായിരുന്നു. കാരണം മധുരം ഉണ്ടെങ്കിലേ പായസമാകുള്ളൂ. ഇതിപ്പോൾ ഇവിടെ ഉള്ളവർക്ക് മൊത്തം ഷുഗർ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല, അവർക്കൊക്കെ വളരെ സന്തോഷത്തിൽ കുടിച്ച് കാണും കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് സന്തോഷക്കുറവൊന്നും ഇല്ലായിരുന്നു, മധുരം ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ കുടിച്ചു കേട്ടോ, അത് വേറെ കാര്യം. എല്ലാവരും 2 ഗ്ലാസ് വെച്ച് കുടിച്ചു. കണ്ണൻ കുടിച്ചില്ല കേട്ടോ, കണ്ണൊരു പായസം ഇഷ്ടമില്ല പൊതുവേ, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞവൻ കുടിച്ചേ ഇല്ല. പിന്നെ ഈ സീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ കിക്കാറ്റ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. ബർത്ത്ഡേ അല്ലേ, മിഠായി ഇല്ല തന്നെ വന്നതെന്ന് വെച്ചപ്പോഴത്തേക്കും കിക്കാറ്റും കൊണ്ടുവരുന്നുണ്ട്. ഈ കിക്കാറ്റിൻ്റെ വലിയ കുറേ കഥകളുണ്ടോ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, അതൊക്കെ ഭയങ്കര രഹസ്യമാണ്. അങ്ങനെ 80 രൂപയുടെ കിക്കാറ്റും വാങ്ങി വന്നു, 10 എണ്ണം. എത്ര രൂപ പോയി? 800 രൂപ. 800 രൂപ പോയ കഥയൊന്നും ഞാൻ പറയുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണുന്ന സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സീൻ നമ്മൾ ഡിന്നർ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായില്ല എന്നൊക്കെ പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞ് നേരെ വന്ന് നമ്മുടെ മോമോയിലിരിക്കുവാണ്. എൻ്റെ കണ്ണ് നീറി കേട്ടോ അതിനിടയ്ക്ക്. കാരണം ഞാൻ ഈ അന്തൻ കാണിക്കുന്ന സ്റ്റൈലൊക്കെ കാണിക്കുന്ന അവിടെ എന്താ പെട്ടെന്ന് ഞങ്ങളുടെ കണ്ണിങ്ങനെ നീറി. ബിരിയാണി ചോദിച്ചു വന്നാൽ ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസാണ് കിട്ടിയത്. അത് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ഫ്രൈഡ് റൈസിനോട്. എന്നാലും പിന്നെ ഇവിടുത്തെ കഴിച്ചിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഷെയറാക്കി കഴിച്ചാട്ടോ, ഞാനും ചിന്നും കൂടെ. വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെ അവിടുന്ന് പുട്ടുപൊടി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഗ്രീൻസിലോട്ടാണ് ഇനി പോകുന്നത്. അപ്പോൾ ഗ്രീൻസിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരു സാധനം വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ വേറെ എന്തെങ്കിലും കാണുമ്പോഴത്തേക്കും വാങ്ങിക്കും, അങ്ങനെയാണല്ലോ. അതായത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ കടകളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഒരു ആപ്പിൾ ഒരു അനാറൊക്കെ വാങ്ങിച്ചേ. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ മണ്ടനായ ഞാനാണ് പുട്ടുപൊടി എടുത്ത് കൊടുത്തത്. പുട്ടുപൊടി എടുത്ത് കൊടുത്തപ്പോൾ ഈ പൊട്ടന്മാരത് വായിച്ച് നോക്കണ്ടേ. അത് ഇടിയപ്പപ്പൊടിയായിരുന്നു ഗൈസ്, ഇടിയപ്പം അപ്പം ഒന്നുണ്ടാക്കുന്ന പൊടിയായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഞാൻ പകുതി എടുത്ത് നോക്കുമ്പോൾ 2 പാക്കറ്റുള്ള ഒരു പാക്കറ്റ് ഞാനെടുത്ത് നോക്കുമ്പോഴാണ് അത് ഇടിയപ്പപ്പൊടിയാണെന്ന് മനസ്സിലായി. പിന്നെ എന്ത് ചെയ്യാനാണ്, ഇന്ന് രാവിലെ അവർ ഇടിയപ്പപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കി കഴിച്ചു. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.